ട്രഷറി സ്റ്റോക്ക് അല്ലേ? ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ടാവും, റേഷൂസൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ ട്രഷറി സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റീപർച്ചേസ് അല്ലേ? നമ്മളുടെ കമ്പനിയുടെ ഷെയർസ് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, തിരിച്ച് എന്ത് ചെയ്യുക, വാങ്ങുക. അപ്പോൾ ABC പറഞ്ഞൊരു കമ്പനി ആരുടെ ഷെയർ തന്നെ വാങ്ങുന്നത്? ABCയുടെ ഷെയർസ് തന്നെ ആരിൽ നിന്നാണ് വാങ്ങണടാ? ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് എന്ത് ചെയ്യുക, ഇപ്പോൾ ഉള്ള നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് തിരിച്ചിട്ട് എന്ത് ചെയ്യുക, ഷെയർസ് വാങ്ങുക. എന്തിനായിരിക്കും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഷെയർസ് തിരിച്ചു വാങ്ങുന്നത്? സ്റ്റോക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ, അത് റീസൺ ആണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കൂട്ടാൻ, ആ ഓണർഷിപ്പ് റീകൺസിലേഷൻ ചെയ്യാൻ വേണ്ടി, മെർജിങ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഫുള്ള് ഷെയർസ് തിരിച്ചു വാങ്ങണം. പിന്നെ ഒരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, മെയിൻ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂട്ടാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? കാരണം നമ്മൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മുടെ ഷെയർസ് നല്ല അവൈലബിൾ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഷെയർസ് നമ്മൾ തന്നെ തിരിച്ചു വാങ്ങുക. അപ്പോൾ അവൈലബിലിറ്റി കുറയും, സപ്ലൈ കുറയില്ലേ? സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? ആ സാധനത്തിൽ നല്ല ആൾക്കാർ എന്ത് ചെയ്യും? ഡിമാൻഡ് ചെയ്യും. സോ എന്ത് കൂടും? പ്രൈസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോൾ പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നോർമലി ഒരു കമ്പനി എന്ത് ചെയ്യുക, ട്രഷറി സ്റ്റോക്ക് ചെയ്യുക. പിന്നെ സ്റ്റോക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ അല്ലേ, ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എന്താ ട്രഷറി സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റീപർച്ചേസ് ചെയ്യുക അല്ലേ? ഏതിന് ശേഷം എപ്പോഴാണ് റീപർച്ചേസ് ചെയ്യാം? ആദ്യം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും, എന്നിട്ട് ഒലിയിൽ തന്നെ എന്ത് ചെയ്യും, എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഫുള്ളൊന്നും തിരിച്ചു വാങ്ങൂല, കുറച്ച് ഒരു 20% 10% ഒക്കെ എന്ത് ചെയ്യും, തിരിച്ചു വാങ്ങും. ഓക്കെ, ഇതെന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വിറ്റി അക്കൗണ്ട് എന്ത് ചെയ്യുക, കുറേ ചെയ്യുക. കാരണം നമ്മളെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, തിരിച്ചു വാങ്ങിക്കല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വിറ്റി പൊസിഷൻ എന്ത് ചെയ്യുക, നമ്മളെ ലാബിലിറ്റി കുറഞ്ഞിക്കല്ലേ, നമ്മൾ ആ ബാധ്യത ഒഴിഞ്ഞിക്കല്ലടാ. നമ്മൾ ഓലിയിൽ നിന്ന് ഫണ്ട് വാങ്ങിയത് ഓലിയിൽ നിന്ന് തന്നെ തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കല്ലേ. അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് ഒഴിവാക്കിക്കല്ലേ. അപ്പോൾ നമ്മളെ കമ്പനിയുടെ ബാധ്യത എന്ത് ചെയ്തിരിക്കുകയാണ്, കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിഡക്ഷൻ ഇൻ ലയബിലിറ്റി, കോൺട്രാ ഇക്വിറ്റി അക്കൗണ്ട് എന്നൊക്കെ വിളിക്കൽ കേട്ടോ. ഇക്വിറ്റീനെ എന്താ വിളിക്കൽ? കോൺട്രാ ഇക്വിറ്റി അക്കൗണ്ട്. അതായത് ഇക്വിറ്റീനെ കുറക്കണ അക്കൗണ്ട് അറിയില്ലേ, ഇക്വിറ്റീനെ കുറക്കണ അക്കൗണ്ട്. എന്താണ് എന്താണ് ഒന്നുകൂടി? അഡീഷൻ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ അല്ലല്ല, ഇത് വേറെ ട്രഷറി ബാലൻസ് അക്കൗണ്ട് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. ആ കോമൺ സ്റ്റോക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ അതും, പിന്നെ ഏത് APC അക്കൗണ്ടും ഉണ്ടല്ലോ, ആ രണ്ടിന്ന് എന്ത് ചെയ്യും, റിഡക്ഷൻ വരുത്തിയിട്ട് ഏതിക്ക് മാറ്റും, റിട്ടേൺ ഏൺസ്ക്ക് മാറ്റും. റിട്ടേൺ ഏൺസ്ക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് കാണിക്കുക. റിട്ടേൺസ് എന്താ കാണിക്കുക, സെപ്പറേറ്റ് കാണിക്കും. എന്നിട്ട് ഏതെന്നൊക്കെ കുറക്കും, കോമൺ സ്റ്റോക്കിൽ നിന്നും കുറക്കും, APIC നിന്നും കുറക്കും. രണ്ടെന്നും കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇക്വിറ്റി എന്ത് ചെയ്യും, കുറയും. നോർമൽ, അത്ര ഡെപ്തിലും പഠിക്കണ്ടോ. ജസ്റ്റ് റിഡക്ഷൻ ഇൻ ഇക്വിറ്റിനെ എന്ത് ചെയ്യാണ്, റിഡക്ഷൻ ചെയ്യണ അക്കൗണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലാബിലിറ്റി നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, ഓലിന്ന് ഫണ്ട് വാങ്ങിയത് ഓലിക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, അത് ഒഴിവാക്കിക്കല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലാബിലിറ്റി എന്ത് ചെയ്യണത്, കുറേ കമ്പനിയുടെ പെർസ്പെക്റ്റീവ് അല്ലേ, കമ്പനി കടം വാങ്ങിയത് എന്ത് ചെയ്തിരിക്കുകയാണ്, തിരിച്ചു കൊടുത്തിക്കല്ലേ. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി എന്ത് ചെയ്തിരിക്കുകയാണ്, കുറഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് നോട്ട് കൺസിഡർ അല്ലെങ്കിൽ നോട്ട് കൺസിഡേർഡ് ഔട്ട്സ്റ്റാൻഡിങ്. ഇതിപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആണോ? അപ്പോൾ ഇത് പുറത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ സ്റ്റോക്ക്, നമ്മളിത് എന്ത് ചെയ്ത് തിരിച്ചു വാങ്ങി. അതുകൊണ്ട് തന്നെ ഇത് ഔട്ട്സ്റ്റാൻഡിങ് അല്ലല്ലേ. അപ്പോൾ മാർക്കറ്റിൽ എന്തല്ല, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നില്ല. ഇനി നെക്സ്റ്റ് കേസ്, ഇതിന് ഡിവിഡൻഡ് കൊടുക്കണോ? അപ്പോൾ നോട്ട് റിസീവ് ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുണ്ടാവില്ല, അപ്പോൾ തിരിച്ചു വാങ്ങിയില്ലേ, അതുകൊണ്ട് വോട്ടിംഗ് റേറ്റും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇനി നമ്മളെ ഷെയറിൻ്റെ എണ്ണം പറയുമ്പോൾ 1,00,000 ഷെയർസ് ഉണ്ടായിരുന്നു ഔട്ട്സ്റ്റാൻഡിങ്, അതിന് 10,000 നമ്മൾ തിരിച്ചു വാങ്ങി, ട്രഷറി ആയി. അപ്പം ഇനി ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉണ്ടാവുള്ളൂ, 90,000 ഉള്ളവരെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ, ഈ 10,000 എന്താവില്ല, ഇൻക്ലൂഡഡ് ആവില്ല. എന്താ പറഞ്ഞത്, എക്സ്ക്ലൂഡഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത് ഉണ്ടാവില്ല എന്നല്ലേ. അപ്പോൾ 1,00,000 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തു, ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അതിന് എത്ര എണ്ണം വാങ്ങി, 10,000 നമ്മൾ തന്നെ തിരിച്ചു വാങ്ങി. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉണ്ടാവുള്ളൂ, 90,000 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട് എന്താ ട്രഷറി സ്റ്റോക്ക് എന്ന് മനസ്സിലാക്കുക. ABC പറഞ്ഞ കമ്പനി, ABC കമ്പനിയുടെ തന്നെ ഷെയർസ് ആരിൽ നിന്ന് വാങ്ങുക, ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് തിരിച്ച് വാങ്ങുന്നതിന് എന്ത് വിളിക്കുക, ട്രഷറി സ്റ്റോക്ക് വിളിക്കുക. അത് നമ്മൾ ഇക്വിറ്റി അക്കൗണ്ടിന് എന്ത് ചെയ്യുക, കുറക്കുക ചെയ്യുക. കാരണം എന്താ വെച്ചാൽ കമ്പനിയുടെ ലാബിലിറ്റി കമ്പനി എന്ത് ചെയ്തിരിക്കുകയാണ്, തിരിച്ചു കൊടുത്തിക്കുകയല്ലേ, കൊടുത്തിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് വോട്ടിംഗ് റേറ്റ് ഉണ്ടാവില്ല, ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഷെയറിൻ്റെ എണ്ണത്തിലും ആരെ കൂട്ടൂല, ഈ തിരിച്ചു വാങ്ങിയത് കൂട്ടൂല. ഓക്കെ, ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പഠിക്കാത്ത ടോപ്പിക്ക് പറയുന്നത് കേട്ടോ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ. എടാ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്താണെന്ന് കേട്ടുക്കണോ നിങ്ങൾ? ഈ സാധനം പഠിച്ചുക്കണോ? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷനും വാറൻറ്റും പഠിച്ചുക്കണോ? അതിൻ്റെ ബേസ് ആയിട്ട് പറഞ്ഞിട്ടില്ല സാധനം എന്താണെന്നുള്ളത്. ഇന്നവിടെ കുറച്ചും കൂടി അതിന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് സാലറി അതുപോലെ തന്നെ ഇതൊക്കെ കൊടുക്കുന്നതിൻ്റെ പുറമെ ബോണസ് ഒക്കെ ഉണ്ടല്ലോ, ബോണസ് അതുപോലെ തന്നെ എന്തൊക്കെ കൊടുക്കും, കോമ്പൻസേഷൻ ഓർ ബോണസ് ആയിട്ട് എന്ത് കൊടുക്കും, ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ ഷെയർസിന് ഇപ്പോൾ 20 രൂപയാണ് വാല്യൂ. നമ്മളെ എംപ്ലോയിന് എന്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 15 രൂപയ്ക്ക് നമ്മളെ ഷെയർ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക.
ഒരു 20 ദിവസത്തിനുള്ളിൽ. ഓക്കെ, കുറച്ച് ഡ്യൂറേഷൻ എന്തേ ഉണ്ടാവുള്ളൂ, കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ. ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര രൂപക്ക് പർച്ചേസ് ചെയ്യാം? 15 രൂപയ്ക്ക് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴേത് എക്സസൈസ് ചെയ്യുള്ളൂ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് 15ൻ്റെ എന്തൊക്കെ പോകണം, മുകൾക്ക് പോകണം. എന്നാലുള്ള നമ്മൾ 15-ന് ഇത് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 10 ഷെയർ വാങ്ങി 15 രൂപക്ക് വാങ്ങി. ഇനി നമുക്ക് മാർക്കറ്റ് 25 ആണെങ്കിൽ നമ്മൾ എത്രയും വെക്കുക മാർക്കറ്റിക്ക്? 25-ന് വിറ്റൂടെ? അപ്പോൾ നിങ്ങൾക്ക് 10 റുപ്യ ലാഭം കിട്ടിയില്ലേ? അപ്പോൾ എപ്പോഴേ എക്സസൈസ് ചെയ്യുള്ളൂ എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. എപ്പോഴും എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സസൈസ് പ്രൈസിൻ്റെ ഒക്കെ 15 അല്ലേ എക്സസൈസ് പ്രൈസ്, നമുക്കുള്ള സബ്സ്ക്രിപ്ഷൻ പ്രൈസ് 15 അല്ല നിൽക്കുന്നത്. അതിൻ്റെ ഒക്കെ മുകളിൽ എവിടെ വില വേണം? മാർക്കറ്റിൽ വില വേണം. അപ്പോൾ ഒരു 30 റുപ്യയുള്ള സാധനം നമുക്ക് ഇവിടുന്ന് എത്രയും വാങ്ങാൻ പറ്റുകയാണ്? 15-ന്. ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുകയാണ്? വാങ്ങാൻ പറ്റുകയാണ്. എന്നിട്ട് അത് വാങ്ങിയിട്ട് അപ്പോൾ 15-ന് വാങ്ങിയിട്ട് നമ്മൾ എത്രയും വിൽക്കും? 30-ന് വിൽക്കും. അപ്പോൾ നമുക്ക് 15 രൂപയോളം എന്ത് കിട്ടും? ലാഭം കിട്ടും. അപ്പോൾ ബോണസൊക്കെ കൊടുക്കുമല്ലോ എംപ്ലോയീസിന്, സാലറി കൊടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാറൊക്കെ പറയില്ലേ, മാസ്റ്റർ സ്റ്റാർ എന്നൊക്കെ പറയില്ലേ, ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഏത് കൊടുക്കുക? ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞ സാധനം കൊടുക്കുക. അപ്പോൾ ആൾക്ക് സാലറിയുടെ പുറമെ കുറച്ചും കൂടി എന്ത് കിട്ടുകയാണ്? ഒരു ബെനിഫിറ്റ് കിട്ടുകയാണെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ആർക്കാണ് കൊടുക്കുക? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ആർക്കാണ് കൊടുക്കുക? എംപ്ലോയീസിന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. എന്താ അവിടെ നടക്കുന്നത്? ഒരു സ്റ്റോക്ക് നമുക്ക് ഒരു നിശ്ചിത സമയമല്ലേ, ഫോർ എക്സാമ്പിൾ ഒരു 100 സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങാം. എത്ര സ്റ്റോക്ക് വാങ്ങാം? 100 സ്റ്റോക്ക് വാങ്ങാം. എത്ര രൂപക്ക്? സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്രൈസ് അറിയും. സബ്സ്ക്രിപ്ഷൻ പ്രൈസ് എത്രയാണ്? 15 വിത്തിൻ 1 മന്ത്. ഇതൊക്കെ അതിൽ പറയുണ്ടാവുക. എന്തൊക്കെയാണ് പറയുണ്ടാവുക? എത്ര സ്റ്റോക്ക് വാങ്ങാമെന്ന് പറയുണ്ടാവും. അതുപോലെ എത്ര സബ്സ്ക്രിപ്ഷൻ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാമെന്നുള്ളതും എത്ര മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് എടുക്കാൻ പറ്റും എന്നുള്ളത്. കാലാകാലം കിട്ടൂലല്ലോ, എന്തായാലും ഒരു 1 മന്തേ കൊടുക്കണുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, എനിക്ക് കിട്ടിക്കുകയാണെങ്കിൽ ഞാനെന്ത് നോക്കുകയെന്ന് പറയാം, ഈ 1 മാസത്തിനുള്ളിൽ എപ്പോഴാണ് ഏറ്റവും പ്രൈസ് കൂടെ നോക്കും. ഏറ്റവും പ്രൈസ് കൂടും. ഫോർ എക്സാമ്പിൾ കുറച്ച് ദിവസം കഴിഞ്ഞേക്ക് ഒരു 45 രൂപയായി സ്റ്റോക്കിൻ്റെ വില. നമ്മുടെ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വില എത്രയായി? ഒരു 45. അപ്പോൾ ഞാൻ എന്താണ് എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യും? ഈ ഓപ്ഷനാണ് യൂസ് ചെയ്യും. എന്നിട്ട് 100 എത്രയിന് വാങ്ങും? എത്രയിന് വാങ്ങാൻ പറ്റൂടാ? 15-ന് വാങ്ങും. എന്നിട്ട് ഇത് 15-ന് വാങ്ങിയിട്ട് ഞാൻ അത് എത്രയിന് വിൽക്കും? മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് 45-ന് വിൽക്കും. അപ്പോൾ ഏകദേശം 30 റുപ്യ ഒരു ഷെയറിന് എനിക്ക് എന്താവും? പ്രോഫിറ്റ് ആവും, അല്ലെങ്കിൽ ലാഭം ആവും. ഇതിനെയാണ് എന്ത് വിളിക്കുക? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ. ഇത് എപ്പോഴാണ് കൊടുക്കുക? അതും കൂടി ആലോചിച്ചാണ് കേട്ടോ. ബെസ്റ്റ് എംപ്ലോയി ഒക്കെ ആവുമല്ലോ, ആ ടൈമിലാണ് നോർമലി, അല്ലെങ്കിൽ നോർമലി കൊടുക്കും. ഒരു സാലറിയുടെ ഒപ്പം ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ബോണസ് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ ഇത് എംപ്ലോയീസിന് ബെനിഫിഷ്യൽ അല്ലേ? ഇത് എപ്പോഴാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഒരു പോയിന്റ്. എപ്പോഴാണ് എക്സസൈസ് ചെയ്യുക? മാർക്കറ്റ് പ്രൈസ് എന്താവണം? ഈ എക്സൈസ് പ്രൈസിൻ്റെ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്രൈസിൻ്റെ ഒക്കെ എന്താവണം? കൂടുതലാവണം. അപ്പോൾ ഒരു 20 ആണെങ്കിൽ നമുക്ക് 15 രൂപക്ക് വാങ്ങാമല്ലേ. അപ്പോൾ നമുക്ക് ലാഭമാണ് എത്ര രൂപ? 5 രൂപ ലാഭം. വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോയി അങ്ങോട്ട് എന്ത് ചെയ്യും? വിൽക്കും. ഓക്കെ, അപ്പോൾ എന്താണ് വിളിക്കുക അതിനെ? ആ ഒരു പ്രൈസിന് എന്താ വിളിക്കുക? എക്സസൈസ് പ്രൈസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്ത് വിളിക്കും? സ്ട്രൈക്ക് പ്രൈസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ 2 പേര്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്രൈസ് എന്ന് വിളിക്കലുണ്ട്. എന്തൊക്കെ വിളിക്കൂടാ? എക്സസൈസ്, സ്ട്രൈക്ക്, സബ്സ്ക്രിപ്ഷൻ പ്രൈസ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കലുണ്ട്. അപ്പോൾ ഓപ്ഷൻ എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഇനി എന്താ ഉള്ളത്? വാറൻറ്റി. വാറൻറ്റി അല്ല, വാറൻ്റാണ്. എടാ വാറൻറ്റി വേറെ, വാറൻറ്റി വേറെ കേട്ടോ. വാറൻറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധനങ്ങൾക്ക് വാറൻറ്റി കിട്ടൂലേ, അതിനെയാണ് വാറൻറ്റി വിളിക്കുക. വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷനെ പോലെ ഒരു റൈറ്റ് തന്നെ, ഒരു അവകാശത്തിനാണ് എന്ത് വിളിക്കുക നമ്മൾ? വാറൻറ്റി. ജസ്റ്റ് ഒരു പേപ്പർ തന്നെയാണ്. അപ്പോൾ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഏതിൻ്റെ ഒപ്പം കൊടുക്കുക? നോർമലി വെച്ച് കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ ഒപ്പം കൊടുക്കുക. ബോണ്ട് എന്താണെന്ന് ഞാൻ പറയണല്ലോ. ബോണ്ട് വിൽക്കുമ്പോഴാണ് എന്ത് കൊടുക്കുക? നോർമലി വാറൻറ്റി പറഞ്ഞ സാധനം കൊടുക്കുക. അറ്റാച്ച്ഡ് ടു ബോണ്ടില്ലേ, ഇപ്പോൾ ഒരു കമ്പനി എന്ത് വിൽക്കുകയാണ്? ബോണ്ട് വിൽക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഒരു പേപ്പറും കൂടി, അതിനാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ വാറൻറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബോണ്ടിൻ്റെ ഒപ്പം തന്നെ ആയിക്കോളണമെന്നില്ല, വേറെ ലോണാവാം, ഡിബെഞ്ചർ എന്നൊക്കെ പറഞ്ഞ് പല ബോണ്ടുകൾ പറഞ്ഞില്ലേ. ഏതോ ഇൻസ്ട്രുമെൻ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഒപ്പം കൊടുക്കുന്ന അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് ഏത്? വാറൻറ്റി പറഞ്ഞ സാധനം. എന്നാൽ ശ്രദ്ധിച്ചോളി, ആ വാറൻറ്റിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യുക? ഇത്ര വിലക്ക് വാങ്ങാം. സ്റ്റോക്ക് ഓപ്ഷൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആ വാറൻറ്റിൻ്റെ ഒരു റേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതേ കേസ് തന്നെ 100 സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങാം. 15 സെല്ലിംഗ് പ്രൈസ് എത്ര മാസത്തിനുള്ളിൽ? 1 മാസത്തിനുള്ളിൽ. പക്ഷേ വാറൻറ്റി ആവുകൊണ്ട് തന്നെ 1 മാസമല്ലേ കാരണം, ഒരു 3 കൊല്ലം 2 കൊല്ലം എന്നൊക്കെ ഉള്ള കാരണം. കാരണം ബോണ്ടിൻ്റെ ഒപ്പം കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് എന്തുണ്ടാവും? കുറച്ചും കൂടി എന്തുണ്ടാവും? ഡ്യൂറേഷൻ എന്ത് ചെയ്യും? ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് വാറൻറ്റി? ബോണ്ടിൻ്റെ ഒപ്പം കൊടുക്കുന്ന വേറൊരു ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കണേ ഒരു ഇൻസ്ട്രുമെൻ്റാണ് എന്ത്? വാറൻറ്റി പറഞ്ഞ സംഭവം. അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാർക്കറ്റ് പ്രൈസിൻ്റെ ഒക്കെ കുറഞ്ഞ എമൗണ്ടിൽ എന്ത് ചെയ്യുക? എക്സസൈസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ, പക്ഷേ ഇത് ഏതിൻ്റെ ഒപ്പം കൊടുക്കുക എന്നുള്ളൂ? ബോണ്ടിൻ്റെ ഒപ്പം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഇഷ്യൂർ ആരാ? കമ്പനിയല്ലേ. കമ്പനിക്കുള്ള ബെനിഫിറ്റ് ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുക? കുറക്കുക. കാരണം ഇത് ആർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതാണ് കേട്ടോ ഇതിൽ കോറായി ചോദിക്കുന്ന സാധനം അതാണ്. കാരണം ഇപ്പോൾ ഞാനൊരു ബോണ്ട് വാങ്ങി, അറ്റാച്ച് ചെയ്ത വാറൻറ്റി അറ്റാച്ച് ചെയ്തൊരു ബോണ്ട് വാങ്ങി. നോർമൽ ബോണ്ടിനെ കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള എന്ത് വാങ്ങി?
ഒരു ബോണ്ട്, അതിൽ വാറൻറ്റി ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് വിത്തിൻ 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ എനിക്ക് എന്ത് ചെയ്യുക, ഒരു മാർക്കറ്റ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഹയസ്റ്റ് പ്രൈസായി വിചാരിച്ചോ, ഇപ്പോൾ 15 രൂപയ്ക്ക് എക്സൈസ് ചെയ്യാം 3 വർഷത്തിനുള്ളിൽ എനിക്ക്. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ കൂടി ഒരു 40-45 ആയപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇത് കൊടുത്തു കഴിഞ്ഞാൽ 45 രൂപയുടെ ഷെയർ എത്രയും കിട്ടും, 15 രൂപയ്ക്ക് എന്ത് ചെയ്യും കിട്ടും. എന്നിട്ട് ഇത് എനിക്ക് എന്ത് ചെയ്യുക, കൊണ്ടുപോയി വിൽക്കുക. അപ്പോൾ ആർക്ക് ബെനിഫിറ്റ് ഉണ്ട്? ഇൻവെസ്റ്ററിന് ഇതിൽ എന്തുണ്ട്, ബെനിഫിറ്റ് ഇല്ലേ? ഇൻവെസ്റ്ററിന് റിസ്ക് കുറയല്ലേ, റിസ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേണും എന്ത് ചെയ്യും, റിട്ടേണും കുറയും. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ ഇപ്പോൾ വാറൻറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്യൂറിന് ഇതിൻ്റെ എന്ത് കുറക്കാൻ പറ്റുമെന്ന് അറിയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ്, ആളെ കോസ്റ്റ് കുറയല്ലേ, ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുക. സിംപ്ലി എന്തുകൊണ്ടാണ്, ആളെ റിസ്ക് എന്ത് ചെയ്യാണ്, നമ്മളുടെ ഇൻവെസ്റ്ററിൻ്റെ റിസ്ക് വീണ്ടും എന്ത് ചെയ്യാണ്, കുറയാണ്. ആൾക്ക് ബെനിഫിഷ്യൽ ആണല്ലേ വരുന്നത്. അപ്പോൾ ഇൻവെസ്റ്ററിന് കൂടുതൽ ബെനിഫിറ്റ് ഇടുമ്പോൾ റിട്ടേൺ എന്ത് ചെയ്തായി കുറച്ച് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാറൻറ്റ് ആഡ്സ് വാല്യൂ ടു ദ ബോണ്ട് ഹോൾഡർ. ആർക്ക് ഒരു വാല്യൂ കിട്ടുകയാണ്, നമ്മളെ ബോണ്ട് ഹോൾഡറിന് എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഒരു വാല്യൂ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, സാധാ ബോണ്ടിനാണോ അറ്റാച്ച്ഡ് വാറൻറ്റ് ബോണ്ടിനാണോ വില കൂടുതലുണ്ടാവുക? റേറ്റ് പ്രൈസ് ചെയ്തിനാണ് കൂടുതൽ, അറ്റാച്ച് ചെയ്തതിനല്ല ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്തിനാണ് കൂടുതലുണ്ടാവുക, സാധാ ബോണ്ടിനാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്യൂറിന് ഏത് ചെയ്യുന്നതാണ് ബെനിഫിഷ്യൽ? അറ്റാച്ച് ചെയ്യണമാണ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് മാക്സിമം എന്ത് ചെയ്യാൻ കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇഷ്യൂറിനുള്ള ബെനിഫിറ്റാണ് കേട്ടോ പറഞ്ഞ്. ഇനി ഡിറ്റാച്ചബിൾ വാറൻറ്റും ഉണ്ട്, നോൺ ഡിറ്റാച്ചബിൾ വാറൻറ്റും ഉണ്ട്. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ ബോണ്ട് നമ്മൾ വിൽക്കാൻ നിൽക്കുക, ബോണ്ട് എന്ത് ചെയ്യാൻ നിൽക്കുകയാണ്, വിൽക്കാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇപ്പോൾ ഇതുണ്ടല്ലോ, വാറൻറ്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഏത് വാറൻറ്റിനെ പറ്റിയിട്ട് ഡിസ്കഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ബോണ്ടിനെ പറ്റിയിട്ട് ഡിസ്കഷൻ ചെയ്യുന്നത്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബോണ്ടിനെ പറ്റിയിട്ടല്ലേ. ഓക്കെ, നമ്മളിപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ ഇന്ത്യയിലൊരു വാറൻറ്റി ഉള്ളൊരു ബോണ്ട് ഉണ്ട്. ഓക്കെ, ഈ ബോണ്ട് ഞാൻ എന്ത് ചെയ്യുക, സെക്കൻഡറി മാർക്കറ്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, വിൽക്കാൻ നോക്കുകയാണ്. അപ്പോൾ വിൽക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ബോണ്ട് ഇൻഡഞ്ചർ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൽ എഴുതി, അല്ലെങ്കിൽ വാറൻറ്റിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും ഇത് ഡിറ്റാച്ചബിൾ ആണോ, 2 ടൈപ്പാണ്, ഡിറ്റാച്ചബിൾ ആണോ നോൺ ഡിറ്റാച്ചബിൾ ആണോ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഡിറ്റാച്ചബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിൽക്കുക, വാറൻറ്റ് വേറെയും വിൽക്കുക, അതുപോലെ തന്നെ ബോണ്ട് സെപ്പറേറ്റ്ലി വിൽക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എനിക്ക് ബോണ്ട് വിറ്റ്, നമ്മൾ ആദർശിന് എന്തും വിറ്റ്, വാറൻറ്റും വിറ്റ്, ഇത് രണ്ടും വെവ്വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ വിൽക്കാൻ പറ്റും. അതിനാണ് എന്ത് വിളിക്കുക, ഡിറ്റാച്ചബിൾ ആണെന്ന് വിളിക്കുക. ഇനി നോൺ ഡിറ്റാച്ചബിൾ പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഞാൻ ബോണ്ട് മാത്രം വിൽക്കുക വിചാരിച്ചോ, അപ്പോൾ ബോണ്ട് ഞാൻ വിറ്റ്, പിന്നെ എന്തിനു വില ഉണ്ടാവില്ല, വാറൻറ്റി എന്ത് ഉണ്ടാവില്ല, വില ഉണ്ടാവില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ ഒറ്റ ഒരാൾക്ക് എന്ത് ചെയ്യറ്റുള്ളൂ, രണ്ടും എന്ത് ചെയ്യറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഡിറ്റാച്ചബിൾ ആണെങ്കിൽ എങ്ങനെയൊക്കെ കൊടുക്കാം, ബോണ്ട് ഒരാൾക്ക് കൊടുക്കാമല്ലേ, ഇനി വാറൻറ്റ് വേറൊരാൾക്കും എന്ത് ചെയ്യുക, കൊടുക്കാൻ പറ്റും, സെപ്പറേറ്റിൽ എന്ത് ചെയ്യും കൊടുക്കാൻ പറ്റും. എന്നാൽ ഇതിലാണെങ്കിലോ ഒറ്റ ഒരാൾ, ബോണ്ട് ആൻഡ് വാറൻറ്റ് ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, ഒറ്റ ഒരാൾക്ക് എന്ത് ചെയ്യറ്റുള്ളൂ, കൊടുക്കാൻ പറ്റൂ, സെപ്പറേറ്റിൽ എന്ത് ചെയ്യറ്റില്ല, കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ഇനിയിപ്പോൾ സെപ്പറേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിച്ചു സെറ്റ് ചെയ്ത് ചോദിച്ചോ, ബോണ്ട് എനിക്ക് കൊടുത്ത് എന്തിന് വില പോവും, വാറൻറ്റിനുള്ള വാല്യൂ എന്ത് ചെയ്യും, പോകും. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ സംഭവം. ശ്രദ്ധിച്ചോളി. എന്താ പറഞ്ഞത്, ഇതിലെന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇതിലെന്താണ് നോ സെപ്പറേറ്റഡ് വാല്യൂ, ബോണ്ട് ഇല്ലെങ്കിൽ എന്തിന് വാല്യൂ ഉണ്ടാവില്ല, വാറൻറ്റി. അപ്പോൾ ബോണ്ട് ഞാൻ ഒരാൾക്ക് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാറൻറ്റ് വേറൊരാൾക്ക് കൊടുത്തിട്ട് എന്തില്ല, കാര്യമില്ല, അത് എക്സൈസ് ചെയ്യാൻ എന്ത് ചെയ്യില്ല, അതിൻ്റെ വാല്യൂ എന്താവും, ഇല്ലാതെ അങ്ങോട്ടാവും ആവും. ഓക്കെ, അപ്പോൾ എന്നാൽ ഇതിൽ ചോദിച്ചാട്ടെ, ഡിറ്റാച്ചബിൾ വാറൻറ്റി ഉള്ള ബോണ്ടിനാണോ നോൺ ഡിറ്റാച്ചബിൾ വാറൻറ്റി ഉള്ള ബോണ്ടിനാണോ വാല്യൂ കൂടുതൽ, പ്രൈസ് കൂടുതലുണ്ടാവുക, ഡിറ്റാച്ചബിളിലെ. കാരണം ഇൻവെസ്റ്ററിന് ബോണ്ട് ഹോൾഡറിന് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യുക, സോൾഡ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് കൂടുതൽ ഏതിനുണ്ടാവുക, നോൺ ഡിറ്റാച്ചബിളിനാണ് എന്തുണ്ടാവുക, ഇൻട്രസ്റ്റ് കൂടുതലുണ്ടാവുക. കാരണം റിസ്ക് കൂടുതൽ ഏതില്ല, നോൺ ഡിറ്റാച്ചബിളിലാണ്. ഓക്കെ ഉള്ളൂ, അത്രേ ഉള്ളല്ലോ. ലൊക്കേറ്റഡ് ദ ബോണ്ട് കാനോട്ട് എക്സിസ്റ്റ് വാല്യൂ വിത്തൗട്ട് ദ ബോണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയാമെന്നുള്ളൂ കേട്ടോ. അനി ADRS എന്താണെന്ന് ശ്രദ്ധിച്ചോളി കേട്ടോ. കേട്ടോ മലയാളത്തിൽ ഇതിൽ ഇനി ഗുണങ്ങളെ ഞാൻ പറയാം, മലയാളത്തിൽ ഇതിൽ ഇന്നെ പറയാം കേട്ടോ. എന്നിട്ട് പറയട്ടെ ഓരോന്ന്. ADRS അല്ലെങ്കിൽ എന്താ വിളിക്കുന്നതിനെ, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ യൂറോ ബോണ്ട്, ഫോറിൻ ബോണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, അത് നമ്മളെ രാജ്യത്ത് നിന്ന് എടുത്തിട്ട് വേറെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ബോണ്ട് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ സംടൈംസ് ഇപ്പോൾ US മാർക്കറ്റ്, ട്രേഡിംഗ് മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷനിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അതായത് നമ്മൾ ഏതിൽ ചെയ്യുക, ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ പൈസ ആയിട്ട് പറയുന്നത്, ഷെയർ ഹോൾഡറിൻ്റെ പൈസ അല്ല പറയുന്നത്, ഒരു കമ്പനിക്ക് ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ. ഇപ്പോൾ ബോണ്ട് നോർമലി ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എവിടെ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ വിചാരിക്കുന്നത്, നമ്മൾ ഇന്ത്യയിലുള്ള ഒരു ഇൻവെസ്റ്റർ അല്ല, കമ്പനി എവിടെ ഇഷ്യൂ ചെയ്യാൻ നോക്കുന്നത്, അമേരിക്കയിൽ പോയിട്ട് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഓലെ എന്ത് രജിസ്ട്രേഷൻ കഴിയണം, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ അവിടുത്തെ ബോഡിയുടെ എന്ത് ചെയ്യണം,
നമ്മൾ ഈ എക്സ്ചേഞ്ച് കമ്മീഷൻ ഉണ്ടല്ലോ, അതായത് പറഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ കമ്മീഷൻ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ BSc NSc എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ആ കമ്മീഷനിൽ പോയിട്ട് എന്ത് നടത്തണം, രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, അത്യാവശ്യം ടൈം കൺസ്യൂമിങ്ങുമാണ്, കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ US ബാങ്കുകളുണ്ടല്ലോ, US ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഏത്, അമേരിക്കൻ ഡെപ്പോസിറ്ററി സർവീസ് അല്ലെങ്കിൽ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാണെങ്കിൽ ഇപ്പം എൻ്റെ കമ്പനിക്ക് എവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, US സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അവിടെ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യണം അല്ലെങ്കിൽ അവിടെ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യണം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷനിലേക്ക് ഫണ്ട് കൊടുക്കാൻ എത്രത്തോളം അല്ലേ വിചാരിച്ചോ, അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് വരും അത് അവിടെ പാർട്ടിസിപ്പേറ്റ്. അപ്പം എൻ്റെ ഒരു ചെറിയ കമ്പനി ആണെങ്കിൽ എനിക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും വേണം, പക്ഷേ എൻ്റെ കയ്യിൽ അത്രത്തോളം എന്തില്ല, ഫണ്ട് ഇല്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവിടുത്തെ ആരെ കണ്ടാൽ മതി, നമ്മളുടെ US ബാങ്ക്സിന് എന്ത് ചെയ്തായി പോയി കണ്ടായി, അവരുടെ അടുത്ത് പോയിട്ട് നമ്മളുടെ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യാണ്ട് അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാണ്ട് എന്നുള്ള ബാങ്കിനോട് പറയാം. ബാങ്ക് പുറത്തേക്ക് നമ്മളെ പേരിൽ ADRS എന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മളെ കമ്പനിയുടെ പേരുണ്ടാവും, ടാറ്റ കമ്പനി ബ്രാക്കറ്റിൽ ADRS എന്നുണ്ടാവും. അപ്പോൾ അത് ആരല്ല ഇഷ്യൂ ചെയ്യണത്, ശരിക്കും ഈ കമ്പനി അല്ല, ഇന്ത്യയുടെ കമ്പനി അല്ല ഇഷ്യൂ ചെയ്യണത്, നമ്മളുടെ സ്റ്റോക്ക് ആര് വാങ്ങുകയാണ്, ബാങ്ക് എന്ത് ചെയ്യാണ്, വാങ്ങണം. എന്നിട്ട് ബാങ്ക് ADRS പറഞ്ഞിട്ട് അവിടെ ഇഷ്യൂ ചെയ്യാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യാണ്. ഒരു ഫെസിലിറ്റേറ്ററാണ്. ഫെസിലിറ്റേറ്റർ പറഞ്ഞാൽ ബ്രോക്കർ എന്നൊക്കെ അറിയില്ല നമ്മൾ. അപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം നമുക്ക് ഇത് ഈ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ ഫുള്ള് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് ആരോടെ നിൽക്കുന്നത്, US ബാങ്കുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ എങ്ങനെ എഴുതാന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാവട്ടോ ഇൻവെസ്റ്റേഴ്സിന്. ഇപ്പം ടാറ്റ എന്ന് എഴുതിയിട്ടുണ്ടാവും, എന്നിട്ട് അതിൻ്റെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ADRS എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് കണ്ടാൽ തന്നെ അറിയാം അത് ആര് ഇഷ്യൂ ചെയ്യണമല്ല, ഡയറക്റ്റ് ഇഷ്യൂ ചെയ്യണമല്ല, ബാങ്ക് ത്രൂ എന്ത് ചെയ്യണമാണ്, ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ബാങ്കാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, നമ്മളുടെ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. നമുക്ക് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ അല്ലെങ്കിൽ US മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അവിടുന്ന് ഗെയിൻ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ നമുക്ക് എന്തില്ല, സെക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്തോളം ഫണ്ടോ അല്ലെങ്കിൽ അത്രത്തോളം വലിയ കമ്പനി നമ്മളായിട്ടില്ല. അപ്പോൾ നമ്മൾ ആരെ പോയി കാണും, US ബാങ്കിനെ പോയി കാണും. അവിടെ നമ്മളെ ഡെപ്പോസിറ്റ്സ് ഒക്കെ ഇടും, അതായത് നമുക്ക് എത്ര രൂപയുടെ ബോണ്ടാ വേണ്ട അതിൻ്റെ റെസിപ്റ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ശരിയാക്കിയിട്ട് അവർ നമുക്ക് ചെറിയ ഫീസിൽ എന്ത് ചെയ്ത് തരും, നമ്മളുടെ US മാർക്കറ്റിൽ നമ്മളെ സ്റ്റോക്ക് എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തിട്ട് തരും. ഓക്കെ, അപ്പോൾ ഇതാരാണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, ബാങ്ക് ഇഷ്യൂസ് ADRS. ആരാണ് ഇഷ്യൂ ചെയ്യുക, നമ്മളാണ് ഇഷ്യൂ ചെയ്യുന്നത്, നമ്മളല്ല ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ എന്തുവാണ്, നമുക്ക് സെക്യൂർ രജിസ്ട്രേഷൻ വേണമല്ലേ, അതുകൊണ്ട് തന്നെ ബാങ്കിന് അവർക്ക് ഉണ്ടാവും. അപ്പോൾ ബാങ്ക് ഡയറക്റ്റ് ADRS പറഞ്ഞ പേരിൽ എവിടെ ഇറക്കും, സ്റ്റോക്ക് മാർക്കറ്റിൽ, US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ADRS ട്രേഡഡ് എവിടെ ട്രേഡ് ആവും, US സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ആവും. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റോക്ക് നമുക്ക് എവിടെ ഇറക്കാൻ പറ്റും, അമേരിക്കയിൽ ഇറക്കാൻ പറ്റും. പക്ഷേ ഡയറക്റ്റ് നമ്മൾ ഇറക്കി പൈസ കളയേണ്ട ആവശ്യമില്ല, ആരെ ഹെൽപ്പിന് വിളിച്ചായി, US ബാങ്കുകൾ എന്ത് ചെയ്തായി, ഹെൽപ്പിന് വിളിച്ചായി. അപ്പോൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ ചെറിയ കമ്പനിയോട് വിചാരിച്ചോ, US സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും എന്ത് ചെയ്യാനുള്ള താല്പര്യമില്ല, ട്രേഡ് ചെയ്യാനുള്ള ഫണ്ടും ഇല്ല, അത്രത്തോളം വലിയ കമ്പനി ആയിട്ടില്ല. അപ്പോൾ നമുക്ക് താല്പര്യം അവിടെ എന്ത് ചെയ്യണമെന്നുണ്ട്, ട്രേഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിന് ഫണ്ടില്ലാത്തതിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എവിടെ പോയാൽ മതി, US ബാങ്കിനെ കളക്ട് ചെയ്യുക, അവരോട് പറയാം ഞങ്ങൾക്ക് കുറച്ച് ബോണ്ട് അല്ലെങ്കിൽ ഷെയർ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം, നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറിയ ഫീസിൽ എന്ത് ചെയ്യും, ADRSകൾ എന്ത് ചെയ്യും, ചെയ്തു തരും. അപ്പോൾ ADRSൻ്റെ പേരെങ്ങനെയൊക്കെ നമ്മളെ കമ്പനിയുടെ പേരുണ്ടാവില്ലേ, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ടാവും, ADRS ആണെന്ന് ഉണ്ടാവും. പക്ഷേ എന്ത് നടക്കും, നമ്മളുടെ ഈ ഒരു ബോണ്ട് ഇഷ്യൂയിങ് എന്ത് ചെയ്യും, അമേരിക്കയിൽ നടക്കും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ക് രജിസ്ട്രേഷൻ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. സെക്ക് രജിസ്ട്രേഷൻ ഒഴിവാക്കുകയും ചെയ്യുക, നമുക്ക് അവിടെ ട്രേഡ് ചെയ്യും ചെയ്യാം, നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് US സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, എന്നാൽ ഇതല്ലേ സ്റ്റോക്ക് റേറ്റ്, നമ്മൾ പ്രീമിറ്റീവ് റേറ്റ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇനി ഇതിൻ്റെ അപ്പുറത്തൊരു കാൽക്കുലേഷൻ ഇതുവരെയുള്ള എഴുതിയിട്ട് നിങ്ങൾ. ഓക്കെ, പ്രീമിറ്റീവ് റേറ്റ് എന്താണെന്ന് പഠിച്ചല്ലോടാ നമ്മളുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റേറ്റിലെ അതിനൊരു സമയം ഉണ്ടാവും. അപ്പോൾ ഇയാളെ കാത്തുക്കാൻ പറ്റില്ലല്ലോ. ഫോർ എക്സാമ്പിൾ 10,000 ഷെയർസ് പുതിയത് ഇഷ്യൂ ചെയ്യാണ്, നിങ്ങൾക്കൊരു 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുക, വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളെ 10% ചിലപ്പോൾ 1000 വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ഞങ്ങൾ എവിടേക്ക് കൊടുക്കും, പബ്ലിക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതിൻ്റെ എന്ത് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് റേറ്റ് കാണണം. അത് റേറ്റ് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, സ്റ്റോക്ക് റേറ്റ് എന്നുള്ളത് അറിയാലോ, എന്ത് റേറ്റിനാണ് വിളിക്കുന്നത്, പ്രീമിറ്റീവ് റേറ്റ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ അല്ല കേട്ടോ, ഇത് ഏതാണ്, സ്റ്റോക്ക് റേറ്റ് ആണ്. സ്റ്റോക്ക് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റേറ്റാണ്, പ്രീമിറ്റീവ് റേറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റേറ്റ് ടു ബൈ ന്യൂ ഷെയർസ് സെറ്റ് എ പ്രൈസ് ബിഫോർ എന്താണ്, പബ്ലിക്ക് പോണീൻ്റെ മുമ്പേ. അപ്പോൾ നമ്മളോട് പറയുകയാണ് 50 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്, 45 രൂപക്ക് നിങ്ങളുടെ ആ ഒരു പ്രീമിറ്റീവ് റേറ്റ് പറഞ്ഞാൽ അതല്ലേ, നിങ്ങളെ ഷെയർസ് അവിടെ അത്ര പെർസെൻറ്റേജ് തന്നെ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഇത്ര ഷെയർ എന്ത് ചെയ്യണം, വാങ്ങണം. അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നു. 50 തരേണ്ട എത്ര എന്നായി, 45 തന്ന മതി എന്ന് പറയുന്നതല്ലേ പ്രീമിറ്റീവ് റേറ്റ്, നമ്മൾ നേരത്തെ പഠിച്ചല്ലടാ. ഓക്കെ,
അപ്പോൾ അതിന് എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻറ്റെയിൻ ദെയർ ഓണർഷിപ്പ് പെർസെൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ വിളിക്കുന്നത് പ്രീമിയം റേറ്റ്. അപ്പോൾ 3 ഓപ്ഷൻസ് ആണുള്ളത്. 10 ദിവസമല്ലേ നമ്മുടെ മുമ്പിൽ, 10 ദിവസം. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്ററിൻ്റെ ഫണ്ട് ഉണ്ടായിക്കോളുന്നുണ്ടാവും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിൻ്റെ നിന്ന്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എത്ര ഷെയർസാണ് വാങ്ങാനുള്ളത്? 1000 ഷെയർസല്ലേ വാങ്ങാനുള്ളത്. 50 രൂപ മാർക്കറ്റ് പ്രൈസ് ഉണ്ടല്ലേ, നമുക്ക് എത്രയിന് വാങ്ങാനാണ് ഓരോ എക്സസൈസ് പ്രൈസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്രൈസ് എത്രയുണ്ട്? 45. ലാഭം തന്നെയാണല്ലോ ഇൻവെസ്റ്ററിന്. പക്ഷെ എപ്പോഴും ഇയാളിൽ ഫണ്ട് ഉണ്ടായിക്കോളുന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ ആളിൽ ഫണ്ട് ഉണ്ട്, എന്താണ് ആളിൽ ഇൻവെസ്റ്ററിൻ്റെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിൻ്റെ എന്തുണ്ട് NF ആയിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്, കയ്യിൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ ആളെ എന്ത് ചെയ്യും? നല്ലതല്ലേ, ആളെ എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യും. എക്സസൈസ് എന്ന് പറഞ്ഞാൽ 1000 എന്ത് ചെയ്യും? വാങ്ങും. 45 വാങ്ങും. ഓക്കെ, ആൾക്ക് 3 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് എന്ത് ചെയ്യുക? എക്സസൈസ് ചെയ്യുക. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഓപ്ഷൻ എനിക്ക് എന്ത് ചെയ്യുക? വിൽക്കുക, സെയിൽ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? സെയിൽ ചെയ്യാൻ പറ്റും. ഈ റേറ്റ് അവകാശം സെയിൽ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് 5 രൂപ ലാഭലയിൽ 50 രൂപയുടെ സാധനം എത്രയും വാങ്ങാം? 45 വാങ്ങാൻ പറ്റൂലേ? അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യാണ്? ഞാൻ ഇന്ത്യയിൽ ഫണ്ടില്ല, ഇന്ത്യയിൽ എന്ത് വാങ്ങാൻ ഫണ്ടില്ല, പക്ഷെ ആർക്ക് കൊടുക്കണം? ഇവനക്ക് കൊടുക്കണം ആ റേറ്റ്. ഇവനക്ക് പോയിട്ട് എന്ത് ചെയ്യുക? വാങ്ങാൻ പറ്റും. അപ്പം ഞാൻ ഇവൻ്റെ നിന്ന് എത്ര രൂപയുടെ വാങ്ങേണ്ടത്? 5 രൂപ വാങ്ങാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയിട്ടോ. 5 രൂപ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓർക്ക് എന്താ ലാഭം ചെയ്യുന്നുണ്ട്? കാരണം 5 രൂപയാണ് ആകെ ലാഭം കിട്ടുന്നത്. 5 രൂപക്ക് ഓൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എത്രയാണ് കിട്ടുന്നത്? 5-ല്ലേ. ഒരു ഷെയറിന് എത്ര രൂപയാണ് വേണ്ടി വാങ്ങി? 5 രൂപയിലെ വാങ്ങണത്. റേറ്റിന് 5 രൂപയിൽ വാങ്ങി. അപ്പോൾ എനിക്ക് 45 പിന്നെ 5 എത്രയായി? 50 ആയില്ലേ. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സെയിം റേറ്റ് തന്നെ ആയില്ലേ. അപ്പോൾ 5ൻ്റെ ഏക്കായി എത്ര ആവണം? താഴെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 3 രൂപ കൊടുത്തു, എന്നാലും എനിക്ക് ലാഭമല്ലേ. കാരണം എനിക്കിത് എക്സസൈസ് ചെയ്യാൻ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആർക്ക് കൊടുക്കണത്? ഇവനക്ക് കൊടുക്കണത്. 1-3 വെച്ചിട്ട് എനിക്ക് കിട്ടിയാൽ 100 എത്രണ്ണായി? 300 രൂപയായില്ലേ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫണ്ട് ഉണ്ടെങ്കിൽ എന്തെന്നെ ചെയ്യുക? എക്സസൈസ് ചെയ്യുക. ഇനി ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? ഇവനക്ക് എന്ത് ചെയ്യുക? വേറെ ആൾക്ക് എന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക. ഇനി അതിനും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ, കുറ്റന്മാരെന്നൊക്കെ പറയില്ലേ. ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ എന്താ ആ സമയം കഴിയില്ല. 10 ദിവസമല്ലേ, 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയിട്ട് അങ്ങനെ എന്ത് ചെയ്യും? പോകും. ഓക്കെ, 3 ഓപ്ഷൻസ്. ഫസ്റ്റത്തെ ഓപ്ഷന് നമുക്ക് റിസ്ക് ഇല്ല, എക്സസൈസ് ചെയ്യാല്ലേ. പക്ഷെ രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്കൊരു ക്വസ്റ്റ്യനാണ് കയറി വരും. ഇത് സെല്ല് ചെയ്യണില്ലേ? അപ്പോൾ ഇത് എത്ര റുപ്യക്കാണ് സെല്ല് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ വാല്യൂ. അത് ഇൻവെസ്റ്ററിൻ്റെ താല്പര്യമാണ്, എത്രയിന് വിൽക്കണം, എത്രയിന് വാങ്ങണം എന്നുള്ളത്. കാരണം 5 രൂപയാണ് മാക്സിമം ഇന്ന് ബെനിഫിറ്റ്. അപ്പോൾ 5 രൂപേൻ്റെ ഒക്കെ താഴെ എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം എന്നുള്ളൂ. അപ്പോൾ അത് തിയററ്റിക്കൽ. കാൽക്കുലേഷൻ പ്രാക്ടിക്കൽ സൈഡല്ല. കാൽക്കുലേഷൻ എന്ത് വരുന്നത്? തിയററ്റിക്കലാണ്. ആകെ 5 റുപ്യയിലെ ലാഭം. അപ്പോൾ ഒരു 4 റുപ്യക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് ലാഭമാണ്? ഇൻവെസ്റ്ററിനും ലാഭമാണ്, എനിക്കും എന്താണ്? ലാഭം ആണ്. ഓക്കെ, അപ്പോൾ ഏതുകൊണ്ട് നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല? എക്സസൈസ് കൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല. ഡൂ നത്തിങ് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഒന്നും ചെയ്തില്ല. പക്ഷേ ഏതുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്? സെല്ല് ചെയ്യുമ്പോൾ ഒരു റേറ്റിൻ്റെ എന്ത് കാണേണ്ടി വരും? സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യേണ്ടി വരും? കാണേണ്ടി വരും. ജസ്റ്റ് തിയററ്റിക്കൽ കാൽക്കുലേഷൻ ആണ്, എന്തല്ല പ്രാക്ടിക്കൽ സൈഡല്ല. അത് ആരാ തീരുമാനിക്കുക? ഇപ്പം ഞാനല്ലേ ഷെയർ ഹോൾഡർ, ഞാൻ